മസ്ജിദിൻ്റെ ആദ്യ ഖുത്ബയുടെ ഈ മിമ്പറിൽ ആദ്യം കയറേണ്ടി വന്നതിൽ, അതിന് നിമിത്തമായതിൽ, അതൊരു പരീക്ഷണമായി പോലും ഞാൻ കാണുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് മസ്ജിദ് നബവിയുടെ അതീവഗൗരവമായ നിർമ്മാണം പൂർത്തീകരിച്ച് സൃഷ്ടജീവിതത്തിലെ വികാരനിർഭരമായ മരണം പുൽകുന്നതുവരെ മദീനത്തെ മിമ്പറിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഈ നാട്ടിലെ നിയമത്ത് ഈ മസ്ജിദാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പല പല കാരണങ്ങളാൽ ഞാൻ നിങ്ങളോട് ഇന്ന് പൂർണ്ണമായി ഈ ഖുത്ബയിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണത്. നമ്മൾ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അപകടകരമായ വ്യതിയാനങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നാം ആലോചിക്കേണ്ട 16 പോയിന്റുകളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ ഖുത്ബയിൽ ഉണർത്തുന്നത്. അതിലൊന്നാമത്തത്, പള്ളിയും ലോകാടിസ്ഥാനത്തിലുള്ള ആരാധനാലയങ്ങളും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്ത് എന്നൊരു പോയിന്റാണ് ആദ്യം പറയുന്നത്. ആരാധനാലയങ്ങൾ, അള്ളാഹുവിൻ്റെ മസ്ജിദ് ഒഴികെയുള്ള ആരാധനാലയങ്ങൾ, എല്ലാ മസ്ജിദുകളുമല്ല, അള്ള പറഞ്ഞ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, സുജൂദിൻ്റെ കേന്ദ്രം. ആർക്ക്? ആരുടെ മുമ്പിൽ? മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ മുമ്പിൽ, രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ആ സുജൂദ്. ലോകത്തേത് ആരാധനാലയം നിങ്ങളെടുത്തോ, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും സചേതനമോ അചേതനമോ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചമോ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പക്ഷിമൃഗാദികളും ജന്തുലോകങ്ങളും കൃമികീടങ്ങളും കോശങ്ങളും എന്നുവേണ്ട എല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അല്ല ഈ ഭൂമിയിലേക്ക് തെരഞ്ഞെടുത്ത ഖലീഫയാണ് മനുഷ്യൻ. അസാമാന്യമായ ഒരു ദീനി പോയിന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് മതങ്ങളുണ്ടായത്, ആരാധനാലയങ്ങളുണ്ടായത്. ആരാധനാലയങ്ങളിലെല്ലാം ആരെയാണ് ആരാധിക്കുന്നത്? എൻ്റെ ഒന്നാമത്തെ പോയിന്റ് അതാണ്. ആരെയാണ് ആരാധിക്കുന്നത്? സൃഷ്ടികളെയാണ്. അല്ല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ആ ആരാധനാലയങ്ങളിൽ, സിനഗോഗുകളിൽ, കനീസകളിൽ, ടെമ്പിളുകളിൽ എല്ലാം ആരാധിക്കപ്പെടുന്നത് സൃഷ്ടികളെയാണ്. കുഞ്ഞിക്കുഞ്ഞി ആരാധനാലയം മുതൽ ലോകപ്രസിദ്ധങ്ങളായ ആരാധനാലയങ്ങൾ വരെ അവിടെയൊക്കെ ഉള്ളത് എന്താണ്? സൃഷ്ടി ആരാധനയാണ്. പ്രവാചകന്മാരെ, മാമുനിവര്യന്മാരെ, കൃഷീശ്വരന്മാരെ, പാമ്പിനെ, പശുവിനെ, പല സൃഷ്ടികളെയും പലതും നക്ഷത്രങ്ങൾ ആരാധിക്കുന്നു, സൂര്യചന്ദ്രന്മാർ ആരാധിക്കപ്പെടുന്നു, വൃക്ഷങ്ങൾ ആരാധിക്കപ്പെടുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം. സൂറത്ത് ഹജ്ജിൽ റഹ്മാനായ റബ്ബ് പറയുന്ന ഒരു വല്ലാത്ത പോയിന്റ് ഉണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബു വകസീറും മിനൻ നാസ് വകസീറും മിനൽ ഹഖ്. അസാമാന്യമായ ഒരു ചിന്ത പറയാം. അലം തറ, അവർ കാണുന്നില്ലേ? ആര്? മനുഷ്യകുലം കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം
അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ? വശംസു 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ അതിൽ നിന്നൊഴിവല്ല. വൽ ഖമറു ചന്ദ്രൻ അതിൽ നിന്നൊഴിവല്ല. വൻ നുജൂമു നക്ഷത്രങ്ങൾ അതിൽ നിന്നൊഴിവല്ല. വൽ ജിമാലു പർവ്വതങ്ങൾ അതിൽ നിന്നൊഴിവല്ല. വദ്ദവാബ് മൃഗങ്ങളൊന്നും അതിൽ നിന്നൊഴിവല്ല. വൃക്ഷങ്ങൾ അതിൽ നിന്നൊഴിവല്ല. എന്നിട്ട് അല്ലാഹ് നടത്തിയൊരു പ്രയോഗമുണ്ട്, വഖസീറും മിനൽ ഹഖ്. മനുഷ്യരിൽ ധാരാളം ആളുകൾ മറ്റെല്ലാ സൃഷ്ടികളെപ്പറ്റിയും പ്രാപഞ്ചിക പ്രതിഭാസത്തെ പറ്റിയും പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞേ? ഒരു പാമ്പും, അടിവരട്ടുള്ളി, ഒരു പാമ്പും അല്ലാഹനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല. പാമ്പിനെ മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നു. ഒരു പശുവും അല്ലാഹുവിനെ അല്ലാതെ മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ഒരു സൃഷ്ടിയും ആരാധിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി മനുഷ്യനാണ്. കഴിവുടവൻ മനുഷ്യനാണ്. ഗോളങ്ങളിൽ സഞ്ചരിക്കുന്നവൻ മനുഷ്യനാണ്. ആഴിയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്നത് മനുഷ്യനാണ്. പക്ഷേ ആ ബുദ്ധിജീവിയായ മനുഷ്യനെ ഇന്നോളം ഒരു പാമ്പും ആരാധിച്ചിട്ടില്ല, ഒരു കൃമികീടവും ആരാധിച്ചിട്ടില്ല. കാരണം ആ കൃമികീടത്തിന് ബുദ്ധിശൂന്യതയുള്ള സൃഷ്ടിക്ക് പോലും എന്ത് തോന്നിയിട്ടില്ല? മഹാബുദ്ധിജീവിയായതുകൊണ്ട് അവൻ ആരാധനക്കർഹനാണെന്ന് തോന്നുന്നില്ല. എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പരാമർശത്തിന്റെ ആഴവും പരപ്പും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും ചീപ്പായ സൃഷ്ടിയില്ലേ, 4 കാലിൽ നമ്മൾ നായ എന്ന് പറയണേ, ആ സൃഷ്ടിക്ക് ഇന്നോളം തോന്നിയിട്ടില്ല അതിന്റെ യജമാനനെ ആരാധിക്കാം. പക്ഷെ അതിനെ ആരാധിക്കാൻ തോന്നിയ മനുഷ്യന്മാരിവിടല്ലേ? പെരിച്ചായി അതിനെ ആരാധിക്കുന്നവരില്ലേ? പക്ഷെ ആ സൃഷ്ടിക്കുന്നോളാം. കാരണം എന്താ? നീ എത്ര വലിയ ബുദ്ധിജീവിയായിക്കോട്ടെ, എലിക്കണി ഒരുക്കി നീ എന്നെ പിടിക്കുന്ന ബുദ്ധി നിനക്കുണ്ടെങ്കിലും, വിഷം വെച്ചെന്നെ കൊല്ലുന്ന ബുദ്ധി നിനക്കുണ്ടെങ്കിലും, നിന്നെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ചിന്ത എനിക്കില്ല. കാരണം എന്നെ സൃഷ്ടിച്ച നാഥനെയല്ലാതെ ഞാൻ ആരാധിക്കില്ല. ഇരുപത്തിരണ്ടാം അധ്യായം 18-ാമത്തെ വചനമാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ഭവനാത്. വേറെ ഏത് ആരാധനാലയം ലോകത്ത് നിങ്ങൾ എടുത്തോ, അത് പ്രപഞ്ചനാഥനെ ആരാധിക്കാനല്ല. നമ്മുടെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എൻ്റെ ഈ നിങ്ങൾ നോട്ടീസില്ല, വാട്സപ്പ് മെസ്സേജുകളില്ല. ഏതെങ്കിലും ഒരു മഹല്ലിൽ, അതത് മഹല്ലിന്റെ അനുയായികളെ നാളെ വെള്ളിയാഴ്ച ആയിട്ടോ വരൂലേ എന്നൊരു മെസ്സേജ് നിങ്ങൾ ഇന്നോളം കണ്ടിട്ടുണ്ടോ? ഖത്തീബിനോട് ചോദിക്കും. കാരണം അയാൾ വന്നാലേ ഇത് നടക്കുന്നുള്ളൂ. അതല്ല എൻ്റെ ഉദ്ദേശം. കല്യാണക്കത്ത് തന്നിട്ട് നിങ്ങളെ ക്ഷണിച്ചാലാണ് നിങ്ങൾ കല്യാണത്തിന് പോവുക. ഖുത്ബക്കോ? ലോകത്ത് നോക്കൂ, കേരളത്തിൽ മാത്രം നിങ്ങൾ എടുത്തോ, 1 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ, അതിന്റെ 50% പുരുഷന്മാര് പള്ളി പോണ്ടല്ലോ എല്ലാ പ്രസ്ഥാനത്തിലും. 3.5 കോടി മനുഷ്യരിൽ 50 ലക്ഷം ആളുകൾ പള്ളിയിൽ വന്നിട്ട് കേരളം എന്താ നന്നാകാത്തത്? ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ഒന്നും നന്നാകണ്ടായിരുന്നു. ഈ 50, നമ്മുടെ 1 കോടിയിലെ നേരെ 50 ഇല്ലേ, ആ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ കേരളം മൊത്തം നന്നായി പോയനെ. അത് കിട്ടുന്നില്ല എന്നതാണ് ഇന്നത്തെ 2ാമത്തെ പോയിന്റ്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് മിമ്പർ, എന്തിനാണ് ജുമഅ? എല്ലാ ആളുകളും ഓതുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമഅക്ക് വിളിക്കപ്പെട്ടാൽ ആ ദിക്റിലേക്ക് വരണം. ഏതാണ് ആ ദിക്ർ? ഏതാണ് അല്ലാഹു സൂറത്ത് ജുമഅയിൽ പറയുന്ന ആ ദിക്ർ? ഈ സംസാരിക്കുന്ന സംസാരത്തെക്കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. ആ ദിക്ർ അതാണ്. ഉത്ബോധനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്ബുദ്ധത വരുത്തുക. അതായത് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഖുത്ബ നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, അതിന് അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തു. ഈ പള്ളിയിലെ ആദ്യത്തെ ഖുത്ബ കേൾക്കുന്നവരായി അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തു. എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. അല്ലാഹ് പറയാണ് ഇതിലേക്ക് വരൂ. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞത്? ഫന്തശിറൂ ഫിൽ അർദ്. ജുമഅ കഴിഞ്ഞപ്പോയിക്കോ. ആ ഉത്ബോധനം കേട്ടിട്ട് ഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് ജീവിക്കൂന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ഭൂമിയിൽ പോയിട്ട് കച്ചവടം നടത്തിക്കോ, ബിസിനസ് നടത്തിക്കോ, ജോലി നടത്തിക്കോ, ഉപജീവനം തേടിക്കോ, തസ്ബീഹ് മാലയിട്ട് പള്ളിയിൽ ഇരിക്കണ്ട.
അള്ള പറയാണ് ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. ജുമ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കണ്ട, പോയിക്കോ മാർക്കറ്റിലേക്കോ എവിടെയാണെന്ന് പോയി ജോലി ചെയ്തോ, അധ്വാനിച്ചോ, കഷ്ടപ്പെട്ടോ, എന്നിട്ട് ഉപജീവനം തേടിക്കോ. പക്ഷേ അശദ്ദു ദിക്റുണ്ടാവണം. ആ ജോലി ചെയ്യുന്നിടത്തും പണിയെടുക്കുന്നിടത്തും സ്കൂൾ ടീച്ചറായാലും എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും നീ റബ്ബിനെ ഓർത്തുകൊണ്ടല്ലാതെ അവിടെ ഇരിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ ആശയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു ഈ ദിക്ർ പറഞ്ഞല്ലോ, വസ്ഔ ഇലാ ദിക്രില്ല. പ്രവാചക തിരുമേനിയുടെ ഖുത്ബ എന്താണ്? നമ്മുടെ മാതൃക ആരാണ്? ശരിക്കും ആരാണ്? ലോകഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയുടെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ നമസ്കാരത്തിന്റെ ലക്ഷ്യം എന്താണ്? നമസ്കാരത്തിന്റെ ലക്ഷ്യം പറയുന്നു ഒറ്റ ഖുർആനിക വചനം, ഒരുപാട് വചനങ്ങളൊന്നും ഒരൊറ്റ വചനം ഞങ്ങളോട് പറയാം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം വെറുക്കപ്പെട്ടതും നീചവുമായ സകലമാന കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ചു പിടിക്കുന്നു. നിങ്ങളെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ, വൃത്തികേടുകൾ ചെയ്യാതിരിക്കാൻ അതിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ നമസ്കാരമാണ്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്ത് ഹൂദിൽ. അതല്ല ഷുഹൈബേ, നിന്റെ നമസ്കാരമാണോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന പ്രസംഗം നടത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? അതല്ല ഷുഐബേ, നിന്റെ നമസ്കാരമാണോ ഞങ്ങളോട് ഏകനായ റബ്ബിനെ പറ്റി പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഖുർആനിലുള്ളതാ. അപ്പൊ നിസ്കാരത്തിന്റെ ലക്ഷ്യം എന്താ? നമസ്കാരം മനുഷ്യനെ തിന്മക്കെതിരെ ശബ്ദിപ്പിക്കും, നന്മയുടെ പ്രയോക്താവാക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒറ്റ വാചകം ഞാൻ പറയുന്നു. നിസ്കാരത്തിന്റെ ലക്ഷ്യം മനുഷ്യനെ സ്ഫുടം ചെയ്യലാണ്. സമ്മതിച്ചോ? സമ്മതിച്ചു. നോമ്പിന്റെയോ? നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? സൂറത്ത് ബഖറ 183. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ്. നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? സൂക്ഷ്മതയുള്ള നല്ലൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു. സക്കാത്തിന്റെ ലക്ഷ്യം എന്താ? സൂറത്ത് തൗബ 103. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. ഖുദ് മിൻ അംവാലിഹിം. ആ ധനാഢ്യനിൽ നിന്ന് 2.5% സക്കാത്ത് തരാൻ കഴിവുള്ളവനിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വാങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ. എന്തിന്? തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അവനെ ശുദ്ധീകരിക്കാനും അവന്റെ ധനത്തെ ശുദ്ധീകരിക്കാനും. അപ്പൊ സക്കാത്തിന്റെ ലക്ഷ്യം എന്താണ്? അവന്റെ ഖൽബിനെ ശുദ്ധീകരിക്കുക, അവന്റെ ധനത്തെ ശുദ്ധീകരിക്കുക. 3 സംഗതികളുടെ ലക്ഷ്യം ഇവിടെ കിട്ടി. ഹജ്ജിന്റെ ലക്ഷ്യം എന്താണ്? ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ പരിശുദ്ധതയോടെ തിരിച്ചു പോരുക. ഇതിനൊക്കെ ലക്ഷ്യമുണ്ട്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഹൃദയത്തിൽ ഈ മിമ്പറിന്ന് ഇറങ്ങി ഈ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഖുത്ബയുടെ ലക്ഷ്യം എന്താ? ഈ പറഞ്ഞതിനൊക്കെ ഞാൻ ഖുർആനിൽ നിന്ന് തെളിവ് ധരിച്ചു, ലക്ഷ്യവും പറഞ്ഞു. ഖുത്ബയുടെ ലക്ഷ്യം എന്താ? എല്ലാവരും ഇങ്ങനെ വന്ന് ഒരൊച്ചപ്പാട് കേട്ട്, അത് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിൽ അത് അറബിയാകണമെന്ന് നിർബന്ധം വെച്ച് ആ അറബിയിലുള്ള ഒരൊച്ചപ്പാടും കേട്ട് പിരിയാനാണോ? അങ്ങനെയാണ് ലോറി നിസ്കരിച്ചാൽ പോരെ? നിസ്കരിക്കലാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരറബി ഒച്ച കേൾക്കാനാണോ? ആയിരിക്കുമോ? നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലേക്ക് എടുക്ക്. ബാങ്ക് കേട്ട് നിസ്കാരത്തിന് വരുന്നു, നോമ്പിനെ പറ്റിയുള്ള വരുമ്പോൾ ഹജ്ജിനെ പറ്റി, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർഡായി വരുന്ന കാര്യങ്ങളാണ്. ജുമയ്ക്ക് മാത്രം അങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ല. ജുമയ്ക്ക് എല്ലാവരും വെള്ളിയാഴ്ചയാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാവരും വരും. സ്ത്രീകൾ വരുന്നിടത്ത് സ്ത്രീകൾ വരും, പുരുഷൻ വരുന്നിടത്ത് വരും, കുട്ടികൾ വരും, എല്ലാവരും വരും. അങ്ങനെ ഇത്ര അതുകൊണ്ടാണ് ലോകപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് നായകനായ ഒരാൾ പറഞ്ഞ വാചകം എന്താ അറിയോ? മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച മിമ്പറുള്ള പോലെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരാഴ്ചയിൽ അങ്ങനെ ഒരു മിമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. എന്നത് അത്ഭുതപ്പെടുത്തിയ വാചക. അയാൾക്ക് മനസ്സിലായി വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം എന്താണെന്ന്. മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കൾക്ക് മനസ്സിലായില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചു, ഒരു മനുഷ്യൻ 70 കൊല്ലം ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. 70 കൊല്ലം വെള്ളിയാഴ്ച മാത്രം ഒരു മാസം 4 ഖുത്ബ ഏറ്റവും കൃത്യമായ വിഷയമാണോ പഠിക്കുന്നതെങ്കിൽ ഓൻ്റെ ജീവിതം എന്താവണം? ഓൻ്റെ ജീവിതം ഇപ്പം നിങ്ങൾ നോക്കൂ. അറബിയിൽ ഒരറബി ഭാഷ ഒന്നും അറിയാത്തൊരു സാധാരണ ഒരു നാട്ടിലൊരാൾ, ആ നാട്ടിൽ ജീവിച്ചു വളർന്നു. ഉപ്പ കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ കച്ചവടം ഏറ്റെടുത്ത്. കുട്ടിക്കാലത്ത് തന്നെ സ്കൂൾ SLC ഒന്നും പാസ്സായില്ല, 8ാം ക്ലാസ് ആയിരുന്നു. പാപ്പ പറഞ്ഞ ഏതായാലും ഇജ്ജ് പഠിക്കുന്നൊന്നുമില്ല, ഇതിൻ്റെ കൂടെ കൂടിക്കോ. അങ്ങനെ ഒരാളെങ്ങളൊന്ന് സങ്കല്പിച്ച് ഏത് നാട്ടിലുണ്ടാകില്ല അങ്ങനത്തെ ആളുകൾ.
എന്നാ നല്ല ഭക്തനാണ്, നിസ്കാരമുണ്ട്, ബാപ്പ നിസ്കാരക്കാരനായിരുന്നു, നോമ്പുണ്ടായിരുന്നു, ആ ദീനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ അറബി ഭാഷയിലെ ഖുത്ബ കേൾക്കണം. അയാൾ 70 കൊല്ലം കേട്ടു. നിങ്ങളൊന്ന് അയാളെ വിളിച്ചിട്ട് ചോദിച്ചു നോക്ക്, 70 കൊല്ലം വെള്ളിയാഴ്ച നിങ്ങൾ ജുമയെ കേട്ടിരുന്നോ? ഇക്കാക്ക ഉണ്ട്. ഇക്കാക്ക ഈ 70 കൊല്ലം നിങ്ങൾ എത്ര ജുമയെ കേട്ടിട്ടുണ്ടാവും? 10 വർഷമാണ് മുത്തുനബി ഖുത്ബ നടത്തി. 10 വർഷം 500 ഖുത്ബകൾ. ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കണേ, ഈ 70 കൊല്ലം ഖുത്ബ കേട്ടൊരു മനുഷ്യന് ഒരു വെള്ളിയാഴ്ചത്തെ ഖുത്ബയിലും എന്താ പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യർ, നന്മ നിറഞ്ഞ കുടുംബനാഥനാകേണ്ട മനുഷ്യൻ, നന്മ നിറഞ്ഞ കച്ചവടക്കാരനാകേണ്ട മനുഷ്യൻ. ഞാനൊരു ഉദാഹരണം, അയാളൊരു കച്ചവടക്കാരനാണല്ലോ. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ്വസനുഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. യൗമ യഖൂമുൻ നാസ് എന്താ മുഹീദ്ദീൻ അജിന പഠിപ്പിക്കുന്നത്? 83 അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ പഠിപ്പിക്കുന്നത്? ആചാര്യ എങ്ങനെ കച്ചവടം ചെയ്താൽ നരകത്ത് പോകും? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, വഞ്ചിക്കരുത്, കള്ള പുഴുത്തിവെപ്പ് നടത്തരുത്, അതായത് പിന്നെ ഉപകാരമില്ലാത്ത വസ്തുക്കൾ വിൽക്കരുത് തുടങ്ങിയ വിവരണമാണ് അവിടെ അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളൊരു താക്കീത് നൽകുക, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ മനുഷ്യകുലം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ പറമ്പിൽ പീടികയിലെ കച്ചവടം നടത്തിയ മൊയ്തീനെ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവരും. ഇത് ഇയാൾ പഠിക്കണ്ടേ? എവിടുന്ന് പഠിക്കും? 1 കോടി മുസ്ലിങ്ങളുള്ള കേരളത്തിൽ എത്ര പേർ അറബി കോളേജ് പഠിക്കുന്നുണ്ട്? മൊത്തം സംഘടനകളുടെ സാധാരണക്കാർക്ക് അള്ള നൽകിയ ഗിഫ്റ്റാ പള്ളി മെമ്പർ. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. ആ വെള്ളിയാഴ്ച വന്നൊരു 10-40 മിനിറ്റ് അവിടെ ഇരുന്ന് വേറൊരു ശ്രദ്ധയും, ഇവിടെ മൊബൈൽ എടുക്കൂല, ഇവിടെ സംസാരമില്ല, ഇവിടെ വേറെ ഏകാഗ്രതയെ ലംഘിക്കുന്ന യാതൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് മനുഷ്യന്റെ, ഒരുപക്ഷെ ലോകത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഈ മിമ്പറിന്റെ ചോട്ടിൽ ഇരിക്കുന്നവരുടെ ഏകാഗ്രത ഒരു കോളേജിലെ വിദ്യാർത്ഥിക്ക് ഉണ്ടാവും ആ ക്ലാസ്സിൽ? ഒരിക്കലുമില്ല. കാരണം അള്ളാനെ പേടിച്ചിട്ടിരിക്കുന്ന ഇരുത്താതെ. അവിടെ കുത്തുവടത്തുന്ന ആളെ അല്ല പഠിക്കണത്. പക്ഷെ ഒരു ക്ലാസ്സിലെ അധ്യാപകന് ചിലപ്പോൾ പുല്ല് വിലയിരിക്കും, ബേക്കിലെ ബെഞ്ചിലെ കുട്ടികൾ എല്ലാ ദിവസവും കളിക്കുന്നുണ്ടാവും. പക്ഷെ പള്ളി അതിനെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് കൈകാര്യം ചെയ്തത്? 1 നൂറ്റാണ്ടായി കേരളം ഇന്ന് കാണുന്ന, ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം, നിങ്ങൾ കുറ്റകൃത്യങ്ങളുടെ കണക്ക്, അതായത് ലോകാടിസ്ഥാനത്തിലല്ല, കേരളത്തിലെ വേണ്ട, നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളൊരു കുറച്ച് ദിവസം നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാരുടെ, ഞാൻ അങ്ങനെ പറയാം, ഒരുപാട് ആളുകളുണ്ടാവും, ഈ ചെറുപ്പക്കാരുടെ കുറ്റകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും പഠിച്ചോ. ഈ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയാൽ, പത്രത്തിലോ മറ്റു നിലക്കോ വാർത്തകൾ എടുത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ, ആ കുറ്റകൃത്യത്തിലെ പേരൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് നിങ്ങൾ ആ അഡ്രസ്സിൽ അയാളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ അയാൾ മാതൃഭാഷയിലെ ഖുത്ബ കേൾക്കുന്ന ഒരാളാവില്ല. 1000 ആളുടെ 1-2 ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. അവൻ ചിലപ്പോൾ ഹൃദയത്തിൽ എടുക്കുന്നുണ്ടാവില്ല, വന്നു പോകുന്നുണ്ടാവും, അവൻ കൊള്ളുന്നുണ്ടാവില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന കുറ്റകൃത്യം ചെയ്യുന്ന മുസ്ലിങ്ങളും അറബി ഭാഷയിൽ ഖുത്ബ നടത്തുന്ന മഹല്ലിലെ മെമ്പർമാരായിരിക്കും. ഇതെന്തു ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 2 ആളെ തിരഞ്ഞെടുക്കുക. 2 ആളെ തിരഞ്ഞെടുത്ത് ഒരേ സമയത്ത് ഒരു ഡേറ്റ് ഇടും. മെയ് 1, ഇന്ന് മെയ് 1ആണ്. ഈ മെയ് 1 2 ആളെ തിരഞ്ഞെടുക്കുക. അടുത്ത വെള്ളിയാഴ്ച മുതൽ മെയ് 8 മുതൽ 2 ആളെ തിരഞ്ഞെടുക്കുക. ഒരു ചെറുപ്പക്കാരനെ അറബിയിൽ മാത്രം ഖുത്ബടക്കുന്ന ഒരു പള്ളിയിലേക്കും ഒരു ചെറുപ്പക്കാരനെ പള്ളിയിലേക്കും പറഞ്ഞേക്കുക. 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിന് പ്രോഗ്രസ് ഒന്ന് പരിശോധിക്കുക. ഞാൻ വേറൊന്നും പറയുന്നില്ല, മെമ്പറിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. വളരെ ബോധപൂർവമാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്ത്, വളരെ ബോധപൂർവം. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ? ആളുകൾ ഭാഷയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നു. അറബിയിൽ വേണോ മലയാളത്തിൽ വേണോ? മലയാളത്തിൽ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, അറബിയിൽ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒറ്റ ഭാഷ, അതാ മിമ്പറിൻ്റെ ചോട്ടിലിരിക്കുന്നവരുടെ ഭാഷ. എന്തു ആവാം. ആകാശത്തിൻ്റെ ചോട്ടിൽ മിമ്പറിൽ ആ നാട്ടുകാരാണല്ലോ ആ മഹലിൽ വരിക. അപ്പോൾ ആളുകൾ ചോദിക്കും, ആ നാട്ടിൽ കുറച്ച് അറബികൾ വന്നാൽ എന്താക്കും? ഓർക്ക് ഖുത്ബ എന്നെ നിർബന്ധമല്ല, ഓലെ പറ്റിയല്ല ചർച്ച. ഖുത്ബ മിമ്പറിൽ, ഒരു നാട്ടിലെ പള്ളിയിലെ മിമ്പറിൽ ഖുത്ബ നടക്കുന്ന നാട്ടുകാർക്ക് വേണ്ടി മാത്രം, ആ മഹല്ലുകാർക്ക് വേണ്ടി മാത്രം. ആ മഹല്ലിലെ ആളുകളുടെ ഭാഷ ഏതോ ആ ഭാഷയിലാകണം ഖുത്ബ എന്നാണ് ഖുർആൻ പറയുന്നത്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വാചകം? എല്ലാ ഉസ്താദുമാരും എല്ലാ മൗലൈമാരും ഖുർആൻ കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എനിക്ക് ആ വിശ്വാസമുള്ള ആളല്ല കേട്ടോ. ഞാൻ ഖുർആൻ വായിക്കുന്നവർ വളരെ കുറവാണ്, പണ്ഡിതന്മാരിൽ പോലും വളരെ കുറവാണ്. അങ്ങനെ വിശ്വസിക്കാനാണ്, അതാണ് സത്യവും, അതാണ് നീതിയുടെ വർത്തമാനവും. ഞാൻ നിങ്ങളോട് പറയാം, സൂറത്ത് ഇബ്രാഹിം എല്ലാവരും ഇന്ന് പോയിട്ട് വെറുതെ, സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 4-ാമത്തെ വചനം എന്താ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അസാമാന്യമായ ഒരു കാര്യമല്ല അല്ലാഹു പറഞ്ഞു.
വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു നബിയെയും നാം അയച്ചിട്ടില്ല, ഒറ്റ നബിയെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമി, ആ ഏത് നാട്ടിലാണോ ആ നബിയെ അല്ല തിരഞ്ഞെടുക്കുന്നത്, ആ നബിയേക്കാൾ പ്രാധാന്യം നാട്ടുകാർക്കാണ്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ആ നബി അദ്ദേഹം ഇംഗ്ലീഷിലാണ്, അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. പടച്ചോനെ എനിക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷിലെ ഞാൻ ദൈവത്തെടുത്തു തന്നെ തൽക്കാലം നബിസ്ഥാനത്ത് നിന്ന് മാറി നേടുന്നു അറിയാം. അപ്പോൾ ആർക്കാ പ്രാധാന്യം? ആ നാട്ടിലെ കാരണം എന്താണ്? ലിയുബയ്യിനലഹും, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. ഇതിനെ വിശദീകരിക്കുന്നത് മനസ്സിലാക്കാൻ. ഇതിനെ മനസ്സിലായതനുസരിച്ച് ജീവിക്കാൻ. നീ ഖുർആന്റെ തഫ്സീറിൽ എന്താ അറിയോ? ഒരാൾക്ക് ഭാഷ അറിയില്ല, ആ മിമ്പറിൽ കൈകാര്യം ചെയ്യുന്ന ഭാഷ അറിയില്ല, ആ ദായിയുടെ ഭാഷ അറിയില്ല, ഒരുപാട് ഗൗരവപ്പെട്ട വിഷയം അയാൾ പറയുന്നുണ്ട്, അയാൾ അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്, കാരണം ആ ഭാഷക്കാരനായതും. പക്ഷെ ജനങ്ങളിൽ ഒരാളും കരയില്ല, കാരണം അവർക്കറിയില്ല, അവരെ കരയിപ്പിക്കാൻ കഴിയില്ല. അയാൾ കരയുന്നു, കാരണം അയാൾക്കറിയാം. ഇവിടെ ജനങ്ങളെ നന്നാക്കുക എന്ന് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെ പറ്റി പറയുന്നത് എന്താ? ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറും, ഹംദു സലാത്തും കഴിഞ്ഞ് ഖുർആൻ ആയത്തോതും. വയുദക്കിറുന്നാസ്, അത് അപാരമായ പ്രയോഗമാണ്, ജനങ്ങളെ ഉത്ബുദ്ധരാക്കും. ഒറ്റ സെക്കൻഡ് എടുത്ത് ഞാൻ പറയാം. നിങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു, ഒന്നാമത്തെ സഫ്, 2 സഫ്, 5 സഫ് ഇങ്ങനെ ഇരുന്നു. ഈ മിമ്പറിൽ ഖത്തീബ് കയറിയ ആദ്യ മിനിറ്റിലെ മാനസികാവസ്ഥയല്ല രണ്ടാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വെള്ളിയാഴ്ച നിങ്ങൾക്കുള്ള ക്വാളിറ്റി അല്ല അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, മുന്നിലിരിക്കുന്ന അന്നാസ്, ജനങ്ങൾ, ആണും പെണ്ണും ഉൾക്കൊള്ളുന്ന സമൂഹത്തെയാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് പുരുഷന്മാരെന്ന് മാത്രം അവിടെ ഹദീസിൽ ഇല്ലാത്തത്? അന്നാസ് പെട്ടതാണ് ആര്? സ്ത്രീ. ഓൾക്ക് ഖുത്ബ കിട്ടണം, ആ സഹോദരി ഇത് കേൾക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് കേൾക്കുക, എന്നിട്ട് ആ ഖുത്ബയെക്കുറിച്ച് ഉമ്മയും മക്കളും ചർച്ച ചെയ്യുക, പരസ്പരം അതിൽ നിന്ന് ഉൾക്കൊള്ളുക. മോനെ നീ കേട്ടില്ലേ ഇന്നത്തെ ഖുത്ബ? ഉമ്മ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ ഈ സ്വഭാവം ശരിയല്ല എന്നാണ് ഖത്തീബ് പറഞ്ഞ്, ഉമ്മച്ചിത് കേട്ടില്ലേ? എൻ്റെ ഉമ്മ ഈ സ്വഭാവം സ്വീകരിക്കുക. എല്ലാവരും ഒന്നിച്ച് കേൾക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഭാര്യമാരോ മക്കളോ നിങ്ങളുടെ ഉമ്മമാരോ സഹോദരിമാരോ അമ്മായിയുടെ മക്കളോ ഒക്കെ ഇവിടെ ഉണ്ടാവും, സ്ത്രീകളുടെ ഭാഗത്തുണ്ടാവും. നമ്മളെല്ലാവരും ഒന്നിച്ച് കേൾക്കുന്നു, ഒന്നിച്ച് നമ്മൾ നന്നാകുന്നു. അടുത്ത വെള്ളിയാഴ്ച അതേ ഖത്തീബിൽ നിന്ന് അതിന്റെ തുടർച്ച കേൾക്കുന്നു. അപ്പോഴും നമ്മൾ പ്രോഗ്രസ് ഉണ്ടാകുന്നു. യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഗൗരവം ഈ ഉമ്മത്ത് ഗൗരവമായി എടുത്തിട്ടുണ്ടോ? അല്ലാഹ് എന്താ പറഞ്ഞത്? ജനങ്ങളുടെ ഭാഷയിലാണ്. ഞാൻ എൻ്റെ ഒരു വായനയിൽ ഓർമ്മയിൽ 4 നബിമാരൊഴികെ ബാക്കി എല്ലാവരും അനറബികളായിരുന്നു. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളെ അല്ലാഹ് തിരഞ്ഞെടുത്തിട്ട്, നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറയേണ്ട വാചക, 4 നബിമാരൊഴികെ ബാക്കി എല്ലാവരും അനറബികളായിരുന്നു. അവരാരും അറബി ഭാഷയിൽ ദൈവത്തെടുത്തിയവരല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ വാശി എന്താ? നബി അറബിയിലാണ് നടത്തിയത്, അതുകൊണ്ട് അറബി തന്നെ നടത്തണം. അത് ലംഘിക്കാൻ പാടില്ല. എന്നാൽ അത് ആദ്യം ലംഘിച്ച ആളാരാന്നറിയോ? അത് ആദ്യം ലംഘിച്ച മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഷയിലെ ഇത്തിബാ അസാമാന്യമായ ഒരു വിഷയം പറയുന്നത്. ഭാഷയിലെ ഇത്തിബാ ആണ് സ്വീകരിക്കേണ്ടതെങ്കിൽ അത് ആദ്യം ലംഘിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന ഒന്നാമത്തെ നേതാവാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? ഒരു ഉദാഹരണം പറയാം. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഈസാ നബി പറഞ്ഞതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ ഫാന റബ്ബുക്കും ഫഅബ്ദൂൻ എന്നുള്ള സൂറത്ത് മുഅ്മിനൂനിലെ വചനത്തിൻ്റെ ഹീബ്രു അരാമിക് ഭാഷയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞ ആളാരാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ ഭാഷ തന്നെ മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാത്ത എന്താ? എന്നാൽ അതിൻ്റെ കണ്ടന്റ് ചോർന്നോ? ആശയം അത് തന്നെയാണോ? ഈസാ നബി അവരെ അരാമിക് ഭാഷയിൽ പഠിപ്പിച്ച അക്കാര്യം തന്നെയാണോ മക്കക്കാരോട് അറബിയിൽ നബി പറഞ്ഞ്? അതിൻ്റെ അർത്ഥം എന്താ? നബിയുടെ ഓഡിയൻസ് അറബിയാണ്, അതുകൊണ്ട് ഈസാ നബി എന്ന നബിയെ ഞാൻ അനുധാവനം ചെയ്യുമ്പോൾ ആദർശത്തിലെ അനുധാവനമാണ്, ഉള്ളടക്കത്തിന്റെ അനുധാവനമാണ് വേണ്ടത്, ഭാഷയിലെ അനുധാവനമല്ല. കാരണം ഈസാ നബി അംഗീകരിച്ച ജനതയുടെ ഭാഷയിലുള്ള ജനതയല്ല എൻ്റെ ജനത. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാകുന്നതോടെ എന്തിനാണ് മിമ്പർ എന്ന് മനസ്സിലാക്കാൻ രണ്ടാമതൊരു വിവരണത്തിന്റെ ആവശ്യമേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകത്തെപ്പറ്റി ഖുത്ബ നടത്തി. അസാമാന്യമായ കരച്ചിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുഴുവനും കരഞ്ഞു. അന്ന് ജമാഅ നിസ്കരിച്ചു. സഹാബത്ത് വീട്ടിലോട്ട് പോയില്ല. സഹാബത്ത് പള്ളിമൂലയിലിരുന്ന് കരഞ്ഞു.
അസറും കഴിഞ്ഞു, മഗ്രിബും കഴിഞ്ഞു. അത്ര ഗൗരവമുള്ള നരകത്തെക്കുറിച്ചുള്ള ഖുത്ബ കേട്ടിട്ട് കരയാണ്. ഏതെങ്കിലും ഒരു മലയാളക്കരയിൽ നമ്മുടെ നാട്ടിൽ അറബിയിൽ ഖുത്ബ കേട്ടിട്ട് കരഞ്ഞ ഒരു മനുഷ്യനെ ഈ നൂറ്റാണ്ടിനിടയിൽ ഒരു പള്ളിയിലെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ? എന്താ കാരണം? നിങ്ങൾ ചിന്തിച്ചു, നമ്മുടെ മക്കൾ കേടുവന്നതിൽ, നമ്മുടെ മക്കൾ കഞ്ചാവിന് അടിമപ്പെടുന്നതിൽ, നമ്മുടെ മക്കൾ പുകവലിക്കുന്നതിൽ, നമ്മുടെ മക്കൾ സ്വവർഗരതിയിൽ ഏർപ്പെടുന്നതിൽ, നമ്മുടെ മക്കൾ പ്രേമിച്ചു പോകുന്നതിൽ, നമ്മുടെ മക്കൾ കൊള്ളക്കാരും തമ്മാടികളുമായതിൽ ഉസ്താദുമാരുടെ പങ്ക് ലോകത്ത് തള്ളിക്കളയാനാവാത്തതാണ്. അവരുടെ പിടിവാശിയുടെ മുമ്പിൽ തകർന്നു പോയത് മുസ്ലിം ഉമ്മത്തിൻ്റെ ജാഗ്രതയും നന്മയുമാണ്. കാരണം എല്ലാവർക്കും അറബി കോളേജ് പോകാൻ പറ്റില്ല. ഇവിടെ എഞ്ചിനീയർ വേണം, ഇവിടെ ഡോക്ടർ വേണം, ഇവിടെ റോഡ് പണി എടുക്കുന്നതും വേണം, ഇവിടെ തെങ്ങുമ കയറുന്നതും വേണം, ഇവിടെ മീൻ വിൽക്കുന്നതും വേണം, ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നതും വേണം. എന്നാൽ ഓനൊക്കെ ദീന് കിട്ടും വേണം. അതിന് അള്ള ചെയ്ത മഹാനിയമത്താണ് മിമ്പർ. ആ മിമ്പറിനെ ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നറിയോ? ഈ മിമ്പറിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച് ഈ പള്ളിയും പള്ളിയുടെ പരിസരത്തുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ ഓതി സുന്നത്തോതി പഠിപ്പിച്ച് അവർ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ടെൻഷൻ വേണം. നാഥാ, ഇന്ന് കേട്ടതനുസരിച്ച് ജീവിക്കാൻ പടച്ചോനേ എനിക്ക് തൗഫീക്ക് തരണേ എന്ന ഒരു വല്ലാത്ത ഉൾവിളി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ്. അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ എല്ലാ മിമ്പറുകളിലും ഖുർആൻ ഓതിയിട്ട് ജനങ്ങളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുമാത്രം മാറ്റമുണ്ടാകുമായിരുന്നു ഈ കേരളക്കാർ. ഒന്ന് സ്വപ്നം കണ്ടു നോക്കി നിങ്ങൾ. മാത്രമല്ല, നമ്മുടെ മിമ്പറിൽ മലയാളത്തിൽ ഖുത്ബ അടക്കുന്ന ചില പ്രസ്ഥാനങ്ങളുടെ പള്ളി പോലും രാഷ്ട്രീയം മാത്രമായി മാറുന്ന അതീവ ദയനീയമായ ഒരവസ്ഥ. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ പള്ളിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ 5 പ്രത്യേകതകൾ പെട്ടെന്ന് എണ്ണി പറയാം. ഒന്ന്, അല്ല പറയണം, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നിശ്ചയം പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. ആ പള്ളിയിൽ അള്ളാഹുവിനോടൊപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ അറിയോ? മിന്ദൂനില്ലാഹി എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. പള്ളിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലെന്താ അള്ളാഹി എന്ന് പറഞ്ഞേ? പള്ളി നല്ലൊരു ശതമാനം ആളുകൾ അള്ളാഹിനെ വിളിക്കാനാണ് പള്ളി ഉപയോഗിക്കുക. നിങ്ങൾ 1400 വർഷം മുമ്പ് സൂറത്ത് ജിന്നിലെ 18-ാമത്തെ വചന പള്ളിയിൽ അള്ളാഹുവിനോടൊപ്പം എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹിനെ വിളിക്കുന്നുണ്ട് ആ പള്ളിയിൽ. പക്ഷെ അള്ളാഹിനോടൊപ്പം മൊയ്തീൻ ഷേഖിനെ 1000 വട്ടം ഖുത്ബിയത്തിൻ്റെ ഭാഗമായി പള്ളിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അത് വരുമെന്ന് ലോകത്തറിയാവുന്ന റബ്ബാ പറയുന്നത്, പള്ളി മൊയ്തീൻ ഷേഖിനെ 1000 വട്ടം വിളിക്കാനുള്ള ഇടമല്ല മനുഷ്യ, അള്ളാഹിനെ മാത്രം ഒരു ഖുർആൻ്റെ വചന ഞാൻ പറയുന്നത്. 72-ാം അധ്യായം സൂറത്ത് ജിന്നിൽ 18-ാമത്തെ വചനത്തിൽ അള്ള പഠിപ്പിക്കുകയാണ്, പള്ളി അള്ളാഹിനെ മാത്രം വിളിക്കാനുള്ളതാണ്. നിങ്ങൾ മഗ്രിബിന് അള്ളാഹിനെയും വിളിക്കും, മഗ്രിബിന് ശേഷമുള്ള ഖുത്ബിയത്തിൽ 1000 വട്ടം മൊയ്തീൻ ഷേഖിനെയും വിളിക്കും. അപ്പം അത് അള്ളാഹിൻ്റെ പള്ളി അല്ലാതാകും. അപ്പം പാതി സൃഷ്ടിയെ ആരാധിക്കുന്ന പള്ളി, ഇടക്കൊക്കെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന പള്ളി. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നു. കടലിൽ വെച്ചവർ അള്ളാഹിനെ മാത്രം ആരാധിച്ചു, കലയിൽ വരുമ്പോൾ അവർ അള്ളാഹ് അല്ലാത്തവർ ആരാധിച്ചു. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവിടെ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ശിർക്കിൻ്റെ ഒരാശയവും സൃഷ്ടിയിൽപ്പെട്ട ഒരാളെയും, മലക്കാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ഒരു സൃഷ്ടിയെയും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു നിലയിലുള്ള വിളിയും ഈ മിമ്പറിൽ നിന്നും പഠിപ്പിക്കപ്പെടില്ല, ഈ മിമ്പറിൽ നിന്ന് കേൾക്കേണ്ടി വരില്ല. അതാണ് ഈ മിമ്പറിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, പ്രമാണവിരുദ്ധമായി സൂക്ഷ്മ വിശകലനത്തിൽ മനസ്സിലാക്കാതെ പോയി അബദ്ധം മനസ്സിലാക്കി പറഞ്ഞു പോകുന്നതൊഴികെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, കാരണം മനുഷ്യനാണ്. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമല്ലാത്ത, സച്ചരിതരായ സച്ചരിതങ്ങളല്ലാത്ത, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നിലക്കാത്ത ഒന്നും പഠിപ്പിക്കപ്പെടുന്ന ഒരു പള്ളി ഇതായിരിക്കില്ല എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്നതാണ്. ഇവിടെ സ്ത്രീകളെ തടുക്കില്ല. അവർക്കും വരാം, അവർക്കും ഇബാദത്ത് ചെയ്യാം, അവർക്കും ഖുത്ബ കേൾക്കാം, അവർക്കും നന്മ ഉൾക്കൊള്ളാം, അവർക്കും അല്ലാഹുവിനെ ഉൾക്കൊള്ളാം, അവർക്കും റസൂലിനെ ഉൾക്കൊള്ളാം, അവർക്കതിനനുസരിച്ച് ജീവിക്കാം. അതിനുതകുന്ന സ്ഥലമായിരിക്കും ഈ മസ്ജിദ്. നാലാമത്തത്, ജനങ്ങളുടെ സാധാരണക്കാരുടെ, ഏത് സാധാരണക്കാരനാകട്ടെ, ഏത് ആലിമാകട്ടെ, അവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ അല്ല പറഞ്ഞ പ്രകാരം അവരുടെ ഭാഷയിലായിരിക്കും അവർക്ക് കിട്ടുക. ആയത്ത് കിട്ടും, ഹദീസ് കിട്ടും, ഇബാറത്തുകൾ കിട്ടും. അതോടൊപ്പം അതവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും, അതവരുടെ ഹൃദയത്തിലേക്ക് കുറ്റിച്ചു കൊടുക്കും. അതുവഴി ഓരോ വെള്ളിയാഴ്ചയും മണ്ണിങ്ങനെ മഴ നനഞ്ഞ് ആ മണ്ണ് പിളർന്ന് ചെടി മുളക്കണ പോലെ, അതിൽ വിത്തുണ്ടാകുന്ന പോലെ, അതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന പോലെ, അതിൽ കായ്ക്കുന്ന പോലെ അവന്റെ ജീവിതത്തെ പച്ച പിടിപ്പിച്ചുകൊണ്ട് നന്മയുടെ വിളനിലമായി അവനെ മാറ്റുന്ന പരിവർത്തനത്തിന്റെ കേന്ദ്രം കൂടിയായിരിക്കും ഇൻഷാ അല്ലാഹ് ഈ മസ്ജിദ്.
സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ പള്ളി എന്ന നിലയിലും, അഥവാ ഒരു പുതിയ പള്ളി എന്ന നിലയിലും, ആദ്യത്തെ ഖുത്ബ എന്ന നിലയിലും ഒരു ഖുർആനിക വചനം നിർബന്ധമായി ഈ കമ്മിറ്റിയോട് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. അതെൻ്റെ ദൗത്യമാണ്. അത് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇന്നമായ അമറു മസാജിദ് അല്ലാഹ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാകണം? സത്യത്തിൽ കേരളത്തിലെ മഹല്ലുകളിലൊന്നും ഈ ആയത്ത് പരിഗണിക്കപ്പെടാത്ത കമ്മിറ്റികളാണ് ഉണ്ടാവുക. നാം അതല്ല. സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം നിങ്ങൾ കേട്ടോളി. അള്ളാഹിൻ്റെ വചനാണ്. ഇന്നമായ അമറു മസാജിദ് അല്ലാഹ്. അള്ളാഹിൻ്റെ പള്ളി പരിപാലിക്കേണ്ടത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വഖാമസ്സലാ നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹിനെ മാത്രം പേടിക്കുകയും ചെയ്യുന്ന ഈ ക്വാളിറ്റിയുള്ളവരാകണം പള്ളി പരിപാലന കമ്മിറ്റി. എന്തോ ഒരു പ്രയോഗം 1400 വർഷം മുമ്പാണ്. പള്ളി കമ്മിറ്റി എന്താകണം? ധനാഢ്യനാകണമെന്നോ, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാകണമെന്നോ, ഒരു കച്ചറുണ്ടാകുമ്പോൾ മുന്നിൽ നിൽക്കാൻ പറ്റിയ 4 ആളാകണമെന്നോ ഒന്നുമല്ലാതെ പറഞ്ഞു. ഈ 5 ക്വാളിറ്റി അള്ളാഹുലും അന്ത്യദിനത്തിലും അചഞ്ചലമായി വിശ്വസിക്കുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കും. പള്ളി കമ്മിറ്റിയിലെ ആളുകളായിരിക്കണം ഒന്നാമത്തെ സ്റ്റെപ്പിൽ. ഇവിടെ ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ അവരായിരിക്കണം സക്കാത്ത് കൊടുക്കുന്നതിൽ മുന്നിൽ. അവരായിരിക്കണം റബ്ബിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതിൽ. ആലോചിച്ച് നോക്ക്, ഈ വചനപ്രകാരമുള്ളൊരു കമ്മിറ്റിയാകണം. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഒരു മഹാമാനത്താണ് ഈ നാട്ടിലേക്ക് നിങ്ങൾക്കിറങ്ങാൻ. ഇതൊരു ലൈറ്റ് ഹൗസ് ആകണം. ഇതൊരു ദൈവത്തിൻ്റെ കേന്ദ്രമാകണം. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പരിസരത്ത് വെളിച്ചമെത്താത്ത, തൗഹീദെത്താത്ത, സുന്നത്തെത്താത്ത, ധാർമ്മികതയെത്താത്ത മേഖലകളിലേക്ക് അനേക ദവാ സംരംഭങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ലൈറ്റ് ഹൗസ്, പ്രകാശഗോപുരം ഇവിടെ വന്നാൽ നന്മയല്ലാത്ത ഒന്നും ഒരാൾക്കും കിട്ടരുത് എന്ന അവസ്ഥയിലേക്ക് നാം ഉയരണം. സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങളായി നമുക്ക് ഇവിടെ ഖുത്ബ കിട്ടും. സാധ്യമായാൽ എനിക്കും അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർന്നും ഇവിടെ വരാനും ഇതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും സാധ്യമാകുമെങ്കിൽ നിങ്ങളോടൊപ്പം ഈയുള്ള പ്രബോധകനും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിലെല്ലാം പുതുമയുള്ള ധാരാളം നന്മകളുള്ള ഒരു കേന്ദ്രമായ അല്ലാഹു ഇതിനെ മാറ്റുമാറാകട്ടെ.